Meet the editors. വിഴിഞ്ഞം ഉദ്ഘാടന വേദി രാഷ്ട്രീയ വേദിയാക്കിയോ എന്നാണ് ചോദ്യം. ഉണ്ണി ബാലകൃഷ്ണൻ ഇന്ന് ഒന്ന് കോമഡിയായിപ്പോയി. ഇന്ത്യ മുന്നണിയെ ലക്ഷ്യമിട്ട് നടത്തിയ ഒരു പ്രസ്താവന പരിഭാഷകൻ കൊളവാക്കി. അത് ഇന്ത്യ അലയൻസിനെ എയർലൈൻസ് ആക്കി മാറ്റിയതോടുകൂടി സഭയിലിരിക്കുന്നവർക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല, വേദിയിലിരിക്കുന്നവർക്കൊന്നും മനസ്സിലായില്ല. പ്രധാനമന്ത്രിക്ക് മനസ്സിലായി. അത് പ്രധാനമന്ത്രി പിന്നീട് പറയുകയും ചെയ്തു. അതോടുകൂടി അതിന്റെ മൂർച്ച അല്പം കുറഞ്ഞെങ്കിലും അതിനെ KC വേണുഗോപാലും കോൺഗ്രസും ഗൗരവത്തിലാണ് കണക്കിലെടുത്തിരിക്കുന്നത്. ആ വേദിയിൽ വെച്ച് മുഖ്യമന്ത്രി എന്തുകൊണ്ട് മറുപടി പറഞ്ഞില്ല എന്നാണ് ചോദിക്കുന്നത്. ഇന്ത്യ മുന്നണിയും രാഹുലിനെയുമാണ് ഉന്നമിട്ടത്. ഇതടക്കം കമ്മ്യൂണിസ്റ്റ് മന്ത്രി പാർട്ണറായി അദാനിയെ കണക്കാക്കി എന്ന് പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരേ സമയം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയാണ് എല്ലാ മുന്നണികളും അവകാശവാദം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. രാഷ്ട്രീയ വേദിയാക്കിയോ? നിശ്ചയമായും ഇതൊരു രാഷ്ട്രീയ വേദിയായി മാറി എന്ന കാര്യത്തിൽ സംശയമില്ല. അത് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. കാരണം എന്താ വെച്ചാൽ ഈ വർഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ, 2025-26 എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് വർഷമാണ്. കേരളം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന വർഷമാണ്. സ്വാഭാവികമായിട്ട് ഇത്രയും വലിയൊരു പദ്ധതി ഉദ്ഘാടനം ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെ ക്ലെയിം മുന്നോട്ട് വെക്കുക എന്നുള്ളത് ഓരോ മുന്നണിയുടെയും രാഷ്ട്രീയ പാർട്ടിയുടെയും ആവശ്യമാണ്. ആ രീതിയിലൊരു നരേറ്റീവ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ശ്രമം CPM നടത്തുന്നുണ്ട്, BJP നടത്തുന്നുണ്ട്, കോൺഗ്രസ് നടത്തുന്നുണ്ട്. എന്നാൽ ഇന്നത്തെ വേദിയിൽ നമ്മൾ കണ്ടത് CPM-ൻ്റെയും അതുപോലെ തന്നെ BJP-യുടെയും നേതാക്കളായി വയ്ക്കുന്നത് കൊണ്ട് തന്നെ അവരവിടെ പറഞ്ഞ രാഷ്ട്രീയമാണ് ഫാക്ച്വലായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ രാഷ്ട്രീയം ആദ്യം പറഞ്ഞത് സംസ്ഥാനത്തിൻ്റെ തുറമുഖ മന്ത്രിയായിട്ടുള്ള VN വാസവനാണ്. അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ അദ്ദേഹം പറയുന്നത് എന്താണ്, കാലം കരുതി വെച്ച കർമ്മയോഗി, ഈ തുറമുഖത്തിൻ്റെ ശില്പി. യഥാർത്ഥത്തിൽ വിഴിഞ്ഞം പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ആരാണ് അതിൻ്റെ ശില്പി എന്നുള്ളതാണല്ലോ, അതിൻ്റെ തർക്കമാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നത്. മാതൃത്വമാർക്ക് എന്ന തർക്കം കഴിഞ്ഞ കുറേ കാലമായിട്ട് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ തുടക്കക്കാരനായിട്ട് VN വാസവൻ പറയുന്നത്, ഈ സമ്മേളനത്തിൻ്റെ തുടക്കക്കാരൻ നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് കാലം കാത്തുവെച്ച കർമ്മയോഗി, ഈ തുറമുഖത്തിൻ്റെ ശില്പി എന്നാണ്. അത് ശരിയാണോ? ഫാക്ച്വലായി അങ്ങനെയല്ലല്ലോ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. തൊട്ടു പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് എന്താണ്, 1996 LDF സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നത് എന്നാണ്. അദ്ദേഹത്തിൻ്റെ വരികളാണ്. 1996 LDF സർക്കാർ രൂപപ്പെടുത്തിയ പദ്ധതിയാണ് ഇപ്പോൾ ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നതെന്നാണ്. ഞാനൊരു കാര്യം പിണറായി വിജയനെ കൂടി ഓർമ്മിപ്പിക്കാം കേട്ടോ. 1991 K. കരുണാകരൻ മന്ത്രിസഭയിൽ തുറമുഖം മന്ത്രിയായിരുന്ന MV രാഘവൻ ഒരു ചോദ്യത്തിന് മറുപടിയായി 1993 ഫെബ്രുവരി 10 നിയമസഭയിൽ ഒരു ചോദ്യം വരുന്നുണ്ട്. ആ ചോദ്യം ഉന്നയിക്കുന്നത് MM ഹസനാണ്. ചോദ്യം ഇതാണ്, തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞം തുറമുഖ വികസന പദ്ധതിയുടെ ഭാഗമായി എന്തൊക്കെ നടപടികൾ സ്വീകരിച്ചു എന്ന് വ്യക്തമാക്കാമോ? അതായത് വിഴിഞ്ഞം പോർട്ടിനെ സംബന്ധിച്ചാണ് MM ഹസൻ 93 ഫെബ്രുവരി 10 അന്ന് പിണറായി വിജയൻ ആ നിയമസഭയിൽ അംഗമാണ് കേട്ടോ. അദ്ദേഹം ഇരിക്കുന്ന നിയമസഭയിലാണ് MM ഹസൻ ഈ ചോദ്യം ചോദിക്കുന്നത്. മറുപടി എന്താണെന്നറിയാമോ? സംസ്ഥാന സർക്കാർ അഭ്യർത്ഥിച്ചതിന് പ്രകാരം വിഴിഞ്ഞം തുറമുഖം കസ്റ്റംസ് പോർട്ടായി അംഗീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചു കഴിഞ്ഞു. വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടി തയ്യാറാക്കിയ പ്രോജക്റ്റ് റിപ്പോർട്ട് സർക്കാർ സജീവമായി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു. ദിസ് ഹാസ് ഹാപ്പൻഡ് എപ്പോഴാണ്? 1993 ഫെബ്രുവരി 10 എന്ന് മാത്രമല്ല, തുടർച്ചയായിട്ട് പിണറായി വിജയന് രാഷ്ട്രീയ മറവി ഉണ്ടാവരുത്. പിണറായി വിജയൻ, NK രാധ, M. വിജയകുമാർ, ഈ 3 പേർ നിയമസഭയിൽ തുടർന്ന് ചോദിക്കുന്നു, തുറമുഖ പദ്ധതിയിൽ സ്വകാര്യ പങ്കാളിത്തമുണ്ടോ? ഉണ്ട് എന്നാണ് അന്ന് MV രാഘവന്റെ മറുപടി എന്ന് പറയുന്നത്. അപ്പോൾ 1996 LDF സർക്കാർ ഭാവന ചെയ്തെടുത്തൊരു പദ്ധതി യാഥാർത്ഥ്യമാക്കിയിരിക്കുകയാണ് താൻ എന്നുള്ള പിണറായി വിജയന്റെ ക്ലെയിം ശരിയല്ല, അത് ഫാക്ച്വലി തെറ്റാണ്. ഇനിയിപ്പോൾ അദ്ദേഹം പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ വിസ്മൃതിയിലായ വിഴിഞ്ഞം പദ്ധതിയെ വീണ്ടെടുത്ത് നവീകരിച്ച് വികസിപ്പിച്ചു. LDF സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണ്, നിശ്ചയദാർഢ്യമാണ്. ഇത് അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ്. തുടർന്ന് പറയുകയാണ്, എവിടെയാണ് ഈ വിസ്മൃതിയിലായി പോയത് ഈ വിഴിഞ്ഞം പദ്ധതി? അതെങ്ങനെ ശരിയാകും? കാരണം എന്താ വെച്ചാൽ 2016 മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ വരുന്നത്. 2011 മുതൽ 2016 വരെയുള്ള കാലഘട്ടം എന്ന് പറയുന്നത് വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങൾ നടന്ന കാലഘട്ടമാണ്. അതിനെ അങ്ങനെ അടച്ചു വയ്ക്കാവുന്ന ഒരു അധ്യായമൊന്നും അല്ല. ഈ ഒരു നരേറ്റീവ് സൃഷ്ടിച്ചാൽ മലയാളികൾ അത് മറന്നു പോവുകയുമില്ല. എവിടെയാണ് വിസ്മൃതിയിലായി പോയത് ആ പദ്ധതി? 2011 അധികാരത്തിൽ വന്ന ഉമ്മൻചാണ്ടി 3 വർഷം കൊണ്ട് ഒരു പരിസ്ഥിതിയാകാതെ റിപ്പോർട്ട് ഉണ്ടാക്കി. നോക്കൂ, ഈ പറയുന്ന പോർട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ചെറിയൊരു പരിപാടിയാണ്. പ്രത്യേകിച്ച് ഇത്രയും വലിയൊരു പോർട്ട് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ക്ലിയറൻസ് വേണ്ടത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ടാണ്. ഒരു പോർട്ട് വരിക എന്ന് പറഞ്ഞാൽ ഒരു കടലിൻ്റെ ആവാസ വ്യവസ്ഥ തന്നെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. അവിടെ മത്സ്യങ്ങൾ നഷ്ടമാകും, മത്സ്യങ്ങൾ ചത്തുറുങ്ങും, അതിൻ്റെ അകത്തെ ആവാസ വ്യവസ്ഥ പൂർണ്ണമായും മാറും. കടൽ തീരവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളുണ്ട്. എന്തിനേറെ പറയുന്നത് നമ്മുടെ കാലാവസ്ഥയെ വരെ ബാധിക്കും. ഇതെല്ലാം പഠിച്ചുകൊണ്ട് വേണം ഒരു പോർട്ടിനായിട്ട് ഇറങ്ങിപ്പുറപ്പെടാൻ. അപ്പോൾ ഫസ്റ്റ് ക്ലിയറൻസ് വേണ്ടത് എന്താണ്? എൻവയോൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഈ പോർട്ട് വരുന്ന വഴി ഉണ്ടാകുമോ എന്നുള്ളതാണ്. അത്
3 വർഷം എടുത്ത് പഠിപ്പിച്ചിട്ട് 4000 പേജുള്ള റിപ്പോർട്ട് ഉണ്ടാക്കി. ആ 4000 പേജുള്ള റിപ്പോർട്ടുമായിട്ട് UPA ഗവൺമെൻറ് മുന്നിലേക്ക് ചെന്നപ്പോൾ അതിന് അനുവാദം കൊടുത്തില്ല അന്നത്തെ പരിസ്ഥിതി മന്ത്രിയായിട്ടുള്ള ജയറാം രമേശ്. അദ്ദേഹത്തെ ഇവിടെ വിളിച്ചുകൊണ്ട് വന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. എന്തൊക്കെ നീക്കങ്ങളാണ്! ആ പരിസ്ഥിതി അനുകൂല റിപ്പോർട്ട് തയ്യാറാക്കി സമ്പാദിച്ച് അതിന് അനുമതി നേടിയ ശേഷം ടെൻഡർ വിളിച്ചു. ടെൻഡർ കിട്ടുന്നതിന് വേണ്ടി പല രാജ്യങ്ങളുമായും ബന്ധപ്പെട്ടു. ഒരാളും ടെൻഡർ എടുത്തില്ല. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ? 3 പേര് ടെൻഡർ എടുത്തു. 8 ലക്ഷം രൂപയാണ് ഒരു ടെൻഡറിൻ്റെ ആപ്ലിക്കേഷൻ വാങ്ങിക്കാൻ. ഈ ഉമ്മൻചാണ്ടി നടത്തിയൊരു വാർത്താ സമ്മേളനമുണ്ട്. അതിനകത്ത് അയാൾ പറയുന്നുണ്ട് 3 കമ്പനി വന്ന് 8 ലക്ഷം രൂപ വീതം വാങ്ങിച്ചു, പിന്നെ ടെൻഡറിൻ്റെ ആപ്ലിക്കേഷൻ വാങ്ങിച്ചുകൊണ്ട് പോയി. അപ്പോൾ എന്താ വിചാരിക്കുക? ആളുകൾ വരും എന്നല്ലേ വിചാരിക്കുക. 24 ലക്ഷം രൂപ പിന്നെ ട്രഷറിയിലേക്ക് കിട്ടിയെന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒരൊറ്റയാൾ വന്നില്ല. അവസാനം ഈ പ്രോജക്റ്റ് നടക്കില്ല എന്ന് ഉറപ്പായ സമയത്താണെന്നേ അദാനിയെ പോയി കാണുന്നത്. അദാനിയെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. കാരണം അദാനിക്കല്ലാതെ ഇന്ത്യയിൽ ഈ പ്രോജക്റ്റ് വർക്ക് ചെയ്യാൻ ഒരാൾക്ക് കഴിയില്ല. അപ്പോൾ സ്വാഭാവികമായും അദാനിയെ തന്നെ പോയി കാണുന്നു. അദാനിയോട് ഒരുപാട് വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ്. അതിൻ്റെ സംസ്ഥാന താല്പര്യങ്ങളിൽ വീഴ്ചകൾ വരുത്തിയതിനെക്കുറിച്ചുള്ള ഒട്ടേറെ വിമർശനങ്ങൾ ഉമ്മൻചാണ്ടി നേരിട്ടുണ്ട്, രാഷ്ട്രീയമായി നേരിട്ടിട്ടുണ്ട്, ഭരണപരമായി നേരിട്ടിട്ടുണ്ട്. അതെല്ലാം ഞാൻ കഴിഞ്ഞ ദിവസം വിശദീകരിച്ചതാണ്. അങ്ങോട്ടേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ടെൻഡർ അദാനിയുമായിട്ട് നടപ്പിലാക്കുന്നു എന്ന് മാത്രവുമല്ല, ആ കരാറിൽ ഒപ്പുവെക്കുന്നു. ആ കരാറിൽ ഒപ്പുവെക്കുക എന്ന് പറയുന്നതല്ലേ ഒരു പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരാളെ കണ്ടെത്തുക എന്ന് പറയുന്ന ചെറിയ കാര്യമല്ല. ഇത്രയും thousands of crores ആണ് ഈ പറയുന്ന പോർട്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അതിന് തയ്യാറായ ഒരാൾ വരിക എന്ന് പറയുന്ന ചെറിയ കാര്യമൊന്നുമല്ല. അങ്ങനെ ആ പോർട്ടിന് വേണ്ടിയിട്ടുള്ള കരാർ ഒപ്പുവെക്കുന്നു, അതിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്നു. അതിനുശേഷമാണ് 2014 പിണറായി വിജയൻ അത് ഏറ്റെടുക്കുന്നത്. ശരിയാണ്. ഇന്ന് പിണറായി വിജയൻ പറയുന്ന വേറൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്താണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? ആദ്യമായാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തിൻ്റെ മുൻകൈയിൽ ഒരു ബൃഹത് തുറമുഖത്തിൻ്റെ നിർമ്മാണം നടക്കുന്നത്. ചെലവിൻ്റെ ഏറിയ ഭാഗവും കേരളമാണ് വഹിക്കുന്നത്. സത്യമാണെന്നേ. അതിനു മുമ്പ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. നോക്കൂ, ഈ പ്രോജക്റ്റുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് തടസ്സങ്ങളുണ്ടായിരുന്നു. ഓഖി വന്നു, വലിയൊരു കടൽക്ഷോഭം വന്നു, അതുപോലെ തന്നെ പ്രളയം വന്നു, പിന്നീട് കോവിഡ് വന്നു. നമുക്ക് മുന്നോട്ട് പോകാൻ പ്രയാസമുണ്ടായിരുന്നു. ശരിയാണ്. പക്ഷേ ആ കാര്യത്തിനകത്ത് ഈ സർക്കാർ കാണിച്ചിട്ടുള്ള ഇച്ഛാശക്തിയെ, നിശ്ചയദാർഢ്യത്തെ നമ്മൾ തള്ളിക്കളയേണ്ട. അത് ആ പ്രോജക്റ്റ് വലിയ രീതിയിൽ 2011 മുതൽ 16 വരെ മുന്നോട്ട് പോകുന്നു. അതിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുപോകാൻ പിണറായി സർക്കാർ കാണിച്ചിട്ടുള്ള നിശ്ചയദാർഢ്യമുണ്ട്. അദ്ദേഹം കൃത്യമായി പറയുന്നുണ്ട് 5686 കോടി രൂപയാണ് സംസ്ഥാനം ഇതിനകത്ത് മുടക്കുന്നത്. 5686 കോടി രൂപ. അവിടെ പിണറായി വിജയൻ കറക്റ്റായ രാഷ്ട്രീയത്തിലേക്ക് വന്നു. രാഷ്ട്രീയം പറഞ്ഞു. പിണറായി വിജയൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയം എന്താ? ഇത് ഞങ്ങൾ മാത്രം നടപ്പാക്കുന്ന പദ്ധതിയാണ്, ഞങ്ങളും അദാനിയും കൂടി നടപ്പാക്കുന്ന പദ്ധതിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണെന്നേ VN വാസവൻ ഇത് സംസ്ഥാന സർക്കാരിൻ്റെ പാർട്ട്ണറാണ് അദാനി എന്ന് പറയുന്നത്. കാരണം അതാ, സംസ്ഥാന സർക്കാരിൻ്റെ പാർട്ട്ണർ അല്ല കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിനകത്ത്. അതിനകത്ത് പാർട്ട്ണർ എന്ന് പറയുന്നത് എന്താണെന്നേ? അതൊരു എക്കണോമിക് മോഡലല്ലേ? ആ എക്കണോമിക് മോഡൽ എന്താണ്? പൊതു സ്വകാര്യ പങ്കാളിത്തം എന്നുള്ളതാണ്. ലോകത്ത് പൊതു സ്വകാര്യ പങ്കാളിത്തത്തിലൂടെ മാത്രമേ വികസനം സാധ്യമാകൂ എന്നുള്ളൊരു എക്കണോമിക് മോഡൽ ലോകത്തെല്ലാവരും അംഗീകരിച്ചതിന് ശേഷം കേരളവും അത് അംഗീകരിച്ച് എത്ര പദ്ധതികൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനകത്ത് പാർട്ട്ണറാണെന്ന് പറഞ്ഞത് യഥാർത്ഥത്തിൽ മുനവച്ചൊരു രാഷ്ട്രീയ പ്രയോഗമാണ്. കാരണം കേന്ദ്ര സർക്കാരിനകത്തൊരു ക്ലെയിമും ഇല്ല. കേന്ദ്ര സർക്കാർ 5 പൈസ ഈ കാര്യത്തിനകത്ത് തന്നിട്ടില്ല. തന്ന പൈസ തന്നെ വായ്പയായിട്ടാണ് തന്നിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് കറക്റ്റായൊരു പ്രയോഗമാണ്. ഞങ്ങളുടെ പാർട്ട്ണർ ഈ കാര്യത്തിനകത്ത് അദാനിയാണ് എന്ന് പറയുന്നത്. സ്വകാര്യ പങ്കാളിത്തത്തോടുകൂടി പബ്ലിക്കായിട്ടുള്ള മേഖലകളിൽ ഒരുപാട് പ്രോജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അത്തരത്തിൽ എന്താണ്, പണ്ടൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ ഈ സ്വകാര്യ മുതലാളിത്തത്തിനെതിരായിരുന്നു എന്ന് പറയുമ്പോൾ ആ നയമൊക്കെ മാറി, ലോകം തന്നെ മാറി. ആ ലോകത്തെ നയങ്ങൾ മാറുന്നതിനനുസരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് മാറിയേ പറ്റുള്ളൂ. ഇവിടെ ഇപ്പോൾ കേരളത്തിൽ പൊതുമേഖലാ രംഗത്ത് മാത്രമേ വികസനം കൊണ്ടുവരാൻ പാടുള്ളൂ, പൊതു നിക്ഷേപങ്ങൾ മാത്രമേ അനുവദിക്കാൻ പാടുള്ളൂ. അതുകൊണ്ട് ഗവൺമെൻറ്റിന് എവിടെ നിന്നാണെന്നേ പണം? ഈ സംസ്ഥാനത്തെ നികുതിദായകർ കൊടുക്കുന്ന പണം എടുത്തുകൊണ്ട് ഈ സംസ്ഥാനത്ത് റോഡുകൾ വികസിപ്പിക്കാൻ പറ്റുമോ? ഈ സംസ്ഥാനത്ത് പോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഈ സംസ്ഥാനത്ത് എയർപോർട്ട് ഉണ്ടാക്കാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും സ്വകാര്യ പങ്കാളിത്തം വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് VN വാസവൻ പറഞ്ഞത് ഇയാളാണ് ഞങ്ങളുടെ പാർട്ട്ണർ, അല്ലാതെ കേന്ദ്ര സർക്കാർ അല്ല എന്ന് തന്നെയാണ് പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഇരു കൂട്ടരും രാഷ്ട്രീയമായിട്ട് തന്നെ ആ വേദി ഉപയോഗിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ആ വേദിയെ നന്നായി ഉപയോഗിച്ചത് നരേന്ദ്രമോദിയാണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്, BJP ആണ് എന്നൊരു അഭിപ്രായം എനിക്കുണ്ട്. എന്താ സംഭവിച്ചതെന്ന്? ഇന്ന് സംഭവിച്ചത് രാജീവ് ചന്ദ്രശേഖർ എന്ന് പറഞ്ഞ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ നേരത്തെ തന്നെ 10 മണിക്ക് വന്ന് ആ വേദിയിൽ കയറിയിരുന്നു. ആ വേദിയിൽ കയറിയിരുന്നിട്ട് അദ്ദേഹം മുദ്രാവാക്യം മുഴക്കി. മുദ്രാവാക്യം മുഴക്കുന്ന സമയത്ത് അതിൻ്റെ അപകടം മനസ്സിലാക്കുന്ന ആരാണ്? മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് പെട്ടെന്ന് തന്നെ ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇടുകയാണ്, വീഡിയോ ഇടുകയാണ്. നോക്കൂ, ഇവിടെ ധനമന്ത്രി അടക്കമുള്ള ആളുകൾ താഴ്ത്തിരിക്കുമ്പോൾ അയാൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ രാഷ്ട്രീയം കളിക്കുകയാണ് എന്ന് പറയുന്നത് അതൊരു രോദനമാണ്. രോദനമല്ല കേട്ടോ, ദീനരോദനമാണ്. കാരണം എന്താ അറിയോ? യു ക്രിയേറ്റഡ് ദ സിറ്റുവേഷൻ. നിങ്ങളല്ലേ ഈ സിറ്റുവേഷൻ ഉണ്ടാക്കിയത്. ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നിട്ട് ഉദ്ഘാടനം ചെയ്യേണ്ടോ? എന്തെങ്കിലും ഒരു സാഹചര്യം ഉണ്ടായിരുന്നു വിഴിഞ്ഞത്ത്? നിങ്ങൾ വിളിച്ചതല്ലേ? അങ്ങനെ ഒരു പ്രോട്ടോകോൾ ഒന്നുമില്ല കേട്ടോ. ഈ പദ്ധതി പൂർത്തിയായിട്ടുമില്ല എന്ന് മാത്രമല്ല, മുഖ്യമന്ത്രി ഇന്ന് എന്താ പ്രസംഗിച്ചിരിക്കുന്നത്? 2028 ഞങ്ങൾ പൂർത്തിയാക്കാൻ ആഗ്രഹിക്കുന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു സമ്മർദ്ദവും ഇല്ല കേന്ദ്രത്തിൽ നിന്ന്. പ്രധാനമന്ത്രി ഇവിടെ ഒന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു സാഹചര്യമില്ല. ഞാൻ വെറുതെ ഹൈപ്പോത്തറ്റിക്കലായിട്ടൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്. ഇതിപ്പം ഒരു കോസ്റ്റൽ സ്റ്റേറ്റ് ആണല്ലോ ബംഗാൾ, പശ്ചിമ ബംഗാൾ കോസ്റ്റൽ സ്റ്റേറ്റ് ആണ്. അവിടെ മമതാ ബാനർജിയാണ് ഈ പറയുന്ന ഒരു തുറമുഖം ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കുക. മമതാ ബാനർജി ഈ പറയുന്ന പ്രധാനമന്ത്രി അവിടെ കൊണ്ടൊന്ന് ഉദ്ഘാടനം ചെയ്യിക്കുമെന്ന് നിങ്ങൾ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടോ? ഞാൻ വിചാരിക്കുന്നില്ല കേട്ടോ. കാരണം മമതാ ബാനർജിയുടെ പൊളിറ്റിക്സ് വളരെ കൃത്യമായിട്ട് പറയുന്ന ആളാണ്. ഇന്നും ഇന്ത്യയിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ ഏറ്റവും നന്നായിട്ട് 4 വർത്തമാനം മോദിക്കെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ ഈ പറയുന്ന മമതാ ബാനർജിയാണ്. മമതാ ബാനർജി ആ രാഷ്ട്രീയം നോക്കും. അവിടെ ഇങ്ങനൊരു സാഹചര്യം യഥാർത്ഥ
യഥാർത്ഥത്തിൽ പ്രധാനമന്ത്രി വരേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ല. പിന്നെന്താ, പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നുണ്ടാക്കുന്ന ഒരു വലിയ ഗരിമയുണ്ട്, ഒരു വലിയ എന്താ പറയുക, ഒരു വലിയ സംഭവബഹുലമായൊരു കാര്യം സംഭവിക്കുന്നു എന്ന് തോന്നിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. എന്താ, ഇലക്ഷൻ ഇയർ ആണ്. ആ ഇലക്ഷൻ ഇയറിൽ വിഴിഞ്ഞം ഒരു വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുന്നു. ഇപ്പോൾ പ്രധാനമന്ത്രി, ഇപ്പം മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യാവുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ എന്താ സംഭവിക്കുക? VD സതീശൻ ആ പരിപാടിയിൽ നിർബന്ധമായും ഉണ്ടാകും. കാരണം പ്രതിപക്ഷത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മുഖ്യമന്ത്രി ആ പരിപാടി നടത്തുക. അവിടെ പ്രോട്ടോക്കോളിൻ്റെ പ്രശ്നമില്ല, ഒരു സമ്മർദ്ദത്തിൻ്റെ പ്രശ്നമില്ല എന്ന് മാത്രമല്ല, രാജീവ് ചന്ദ്രശേഖർ ഉണ്ടാവുകയുമില്ല, ഈ പരിപാടി ഉണ്ടാവില്ല. കാരണം അത് ഒരു പ്രോട്ടോക്കോൾ നിർബന്ധവുമില്ല. BJPയുടെ സംസ്ഥാന അധ്യക്ഷനെ ഈ പരിപാടിയിലേക്ക് വിളിക്കണം. ഇതൊരു ഗവൺമെൻറ് പ്രോഗ്രാം അല്ലേ? അപ്പോൾ പിണറായിക്ക് ചെയ്യാവുന്നതും VD സതീശന് പങ്കെടുക്കാവുന്നതുമായ ഒരു പരിപാടി നേരെ കൊണ്ടുപോയി നരേന്ദ്രമോദിയിലോട്ട് കൊടുത്തു. എന്നിട്ട് നരേന്ദ്രമോദി വന്നിട്ട് എന്താ ചെയ്തത്? ഇന്ത്യ മുന്നണിയുടെ ഉറക്കം കെടുത്തുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യ മുന്നണിയൊന്നും പിടിച്ചുലയ്ക്കാനല്ല നരേന്ദ്രമോദി ശ്രമിച്ചിട്ടുള്ളത്. നരേന്ദ്രമോദി രാഹുൽ ഗാന്ധിയെ ഉദ്ദേശിച്ചിട്ടില്ല, പിണറായി വിജയനെ ഉദ്ദേശിച്ചിട്ടില്ല, ശശി തരൂരിനെ ഉദ്ദേശിച്ചിട്ടില്ല. മറിച്ച് ജനങ്ങളോട് പറഞ്ഞ എന്താ, നോക്കൂ, ഇവിടെ ഇന്ത്യ മുന്നണിയാണ്, അത് UDFും LDFുമാണ്, രണ്ടും ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ആ വികസനം നടത്തുന്നു. അവിടെ ഞങ്ങൾക്ക് രാഷ്ട്രീയം പ്രശ്നമേ അല്ല, കേരളത്തിൻ്റെ വികസനമാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ മുദ്രാവാക്യം, വികസിത കേരളം. അവിടെ രാഷ്ട്രീയമേ ഇല്ല, ഞങ്ങളിതാ രാഷ്ട്രീയം നോക്കാതെ കേരളത്തിനെ സഹായിച്ചിരിക്കുന്നു എന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത്. എന്ന് മാത്രമല്ല, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എത്ര സൂക്ഷ്മമായിട്ടാണ് ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് കൂടി മൂപ്പര് നടത്തിയിട്ടാണ് ഇവിടുന്ന് പോയത്. എന്താണ്, സെൻറ്റ് ജോർജ് പള്ളിയെക്കുറിച്ച് പറഞ്ഞിട്ട് പാപ്പയായിട്ടുള്ള ബന്ധവും അങ്ങോട്ട് പറഞ്ഞു, മാർപ്പാപ്പയായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധമടക്കമുള്ള എന്താ പൊളിറ്റിക്കൽ പ്രോജക്റ്റ്. ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ക്രിസ്ത്യാനികളെ കൂടി കൂട്ടത്തിൽ നിർത്തിക്കൊണ്ട് BJPയുടെ വോട്ട് ശതമാനം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ആ സോഷ്യൽ എഞ്ചിനീയറിംഗ് പോലും പറയാൻ മറന്നു പോകാതെ വളരെ ഭംഗിയായിട്ടാണ് നരേന്ദ്രമോദി ആ വേദി ഉപയോഗിച്ചത്. ഞാൻ പറയുന്നത്, ഇന്നിപ്പോൾ എന്താ പ്രശ്നം, CPMനെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പൊളിറ്റിക്കൽ ഫോളോട്ട് വലുതായിരിക്കും. CPMന് ഇവിടെ പിഴവ് പറ്റിയിട്ടുണ്ട് എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. കാരണം രാഷ്ട്രീയമായി ഈ കാര്യം CPMന് ഗുണം ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വലിയ രീതിയിൽ ഈ പറയുന്ന ഉമ്മൻചാണ്ടിയുടെ ഒരു സെൻറ്റിമെൻറ്റ്സ് ഉണ്ടാക്കാൻ പുറത്തുനിന്ന് കോൺഗ്രസ് ശ്രമിക്കുന്നു എന്ന് മാത്രമല്ല, ഇതിപ്പോൾ CPMൻ്റെയും BJPയുടെയും ഒരു പരിപാടിയായിട്ട് ഒരു നറേറ്റീവ് അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു. ഈ വേദി ഉപയോഗിച്ചുകൊണ്ട് നരേന്ദ്രമോദി വളരെ മനോഹരമായി അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയവും പറഞ്ഞു പോയിരിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിലൂടെ എന്താണോ സംസ്ഥാന സർക്കാരും ആ സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന LDFും ലക്ഷ്യം വെച്ചത്, ആ ലക്ഷ്യം പാളുന്നു എന്ന് തന്നെയാണ് ഈ വിഷയത്തിൽ എൻ്റെ നിലപാട്. ഞാൻ വ്യത്യസ്തമായൊരു നിലപാടാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നതുവഴി രണ്ട് കാര്യങ്ങൾ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലൊന്ന്, ഈ പ്രോജക്റ്റ് അദാനിയുടെ പ്രോജക്റ്റായി കൺസീവ് ചെയ്യുമ്പോൾ 2015 അന്ന് ഇടതുപക്ഷം ഉയർത്തിയ ചില ആശങ്കകളുണ്ടായിരുന്നു. ആ ആശങ്കകൾ യഥാർത്ഥത്തിൽ ഇന്ന് പൊതുസമൂഹത്തിൽ പല മനുഷ്യർക്കുമുണ്ട്. പക്ഷേ ആശങ്കകൾക്കും അപ്പുറം ആ പദ്ധതി LDF പിന്തുണച്ചത് എന്തുകൊണ്ട് എന്ന് പറയാൻ കൂടി ഈ ചർച്ചകൾ വഴിവെച്ചു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രധാനമന്ത്രി ഈ തുറമുഖം ഉദ്ഘാടനം ചെയ്തതിലൂടെ അതിന് ലഭിച്ചിരിക്കുന്ന ദേശീയ പ്രാധാന്യം ചെറുതാണോ? എത്ര വലിയ ദേശീയ പ്രാധാന്യമായി കിട്ടിയിരിക്കുന്നത്? ഇന്ന് ഇതേ എന്താണ് വന്ന് പറഞ്ഞിരിക്കുന്നത്, ഗുജറാത്തിൽ പോലുമില്ല ഇത്രയും വലിയ പ്രോജക്റ്റ്, ഇത്രയും വലിയൊരു തുറമുഖം എന്ന് നരേന്ദ്രമോദി വന്ന് പറയുകയാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത്? പ്രേക്ഷകർക്ക് അറിയാവുന്നതുപോലെ ഈ ട്രാൻസ്ഷിപ്പ് ടെർമിനൽ എന്നുള്ളത് തൊട്ടടുത്ത പ്രദേശങ്ങളിൽ, അത് സിംഗപ്പൂരിനെ ആണെങ്കിലും അത് സലാലയാണെങ്കിലും ദുബായ് ആണെങ്കിലും കൊളംബോ ആണെങ്കിലും അവരുടെ ചരക്ക് നീക്കത്തെ വലിയ രീതിയിൽ ബാധിക്കുന്നൊരു പ്രോജക്റ്റാണ്. അപ്പോൾ ആ പ്രോജക്റ്റിന് വലിയ ദേശീയ പ്രാധാന്യം കിട്ടുക, അന്തർദേശീയ പ്രാധാന്യം കിട്ടുക എന്നുള്ളത് ഈ പ്രോജക്റ്റിൻ്റെ ഒരു പബ്ലിക് റിലേഷൻസിൻ്റെ കൂടെ ഭാഗമാണ്. പ്രധാനമന്ത്രി ഇന്ന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ ക്ഷണിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഞാൻ മനസ്സിലാക്കുന്നത് ഇതിന് ലഭിക്കുന്നൊരു പ്രചാരം വളരെ പ്രധാനപ്പെട്ടതാണ്, അത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. കാര്യം ഇതൊരു PPP പ്രോജക്റ്റിൽ ആണ് ഇത് മുന്നോട്ട് പോകുന്നത്. ആരാണ് ഈ PPP പ്രോജക്റ്റ് കൊണ്ടുവന്നത്? ഇവിടെയാണ് ഇതിനകത്ത് യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത്. ഈ പദ്ധതി യഥാർത്ഥത്തിൽ 91 പറഞ്ഞതുപോലെ MV രാഘവൻ തുറമുഖ വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോൾ, കരുണാകരൻ മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ഈ വിഴിഞ്ഞവും ആലപ്പുഴയും അഴീക്കലും അടക്കമുള്ള പ്രദേശങ്ങളിലൊക്കെ തുറമുഖത്തെക്കുറിച്ചുള്ള സാധ്യതാ പഠനം നടത്തിയിരിക്കുകയും ഇവിടെ ഒരു പത്തേമാരി കൊണ്ടിറക്കാനുള്ള ശ്രമം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ അതൊരു കസ്റ്റം സ്പോട്ടായിട്ടാണ് അതിന് പിന്നീട് കേന്ദ്ര സർക്കാർ അനുവാദം നൽകുന്നതും ആ രീതിയിൽ മാത്രമാണ് അത് പ്രവർത്തിച്ചു പോകുന്നതും. ഈ രീതിയിൽ ഇത്രയും വലിയ ഒരു ട്രാൻസ്ഷിപ്പ് ടെർമിനലായി അതിനെ വിഭാവനം ചെയ്തത് 1996 EK മന്ത്രിസഭാ കാലത്ത് അന്ന് നടത്തിയ പഠനമാണ് അന്ന് ഇത്രയും വലിയ സാധ്യതകൾ അതിനുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ഒറ്റ ചോദ്യമേ MV രാഘവൻ്റെ കാലത്ത് എന്തെങ്കിലും തരത്തിലുള്ള എൻവയോൺമെൻറ്റൽ ആഘാത പഠനം നടത്തിയിരുന്നോ? ഫീസിബിലിറ്റി സ്റ്റഡി ഇതിനകത്ത് എന്താ നടത്തിയത്? വലിയ തുറയിലുള്ള ഡിക്രൂസിൻ്റെ അടുത്ത് അദ്ദേഹത്തിൻ്റെ പത്തേമാരി ഗുജറാത്തിൽ നിന്ന് ഈ ഭാഗത്തേക്ക് വരുന്നു എന്നത് ഒഴിച്ചു നിർത്തിയാൽ, അതുപോയി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നത് ഒഴിച്ചു നിർത്തിക്കഴിഞ്ഞാൽ കാര്യമായിട്ട് എന്ത് സാധ്യതാ പഠനമാണ് 91 K കരുണാകരൻ നടത്തിയത്? അപ്പം നടത്തിയിട്ടില്ല. എന്നാൽ നോക്കൂ, EK നായനാരിൻ്റെ മന്ത്രിസഭയിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ
കൺസോർഷ്യവുമായിട്ട് നേരത്തെ ഒപ്പുവെച്ച് MOU വിശദമായി പരിശോധിച്ച് ടെൻഡർ വിളിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എന്നുള്ളതാണ്. അതിനുശേഷം വരുന്ന AK ആന്റണി സർക്കാരിന് അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണമായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, വലിയ രീതിയിൽ ആ പദ്ധതി അവഗണിക്കപ്പെടുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുണ്ടാകുന്നു. ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയാൽ തീരദേശവാസികളുടെ പ്രശ്നം, പരിസ്ഥിതി ആഘാതം എന്തായിരുന്നു? അന്ന് VS അച്യുതാനന്ദന്റെ കാലത്ത് പരിസ്ഥിതി ആഘാത പഠനത്തിന്റെ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് കൊടുത്തപ്പോൾ ജയറാം രമേശിന്റെ റിപ്പോർട്ട്, ജയറാം രമേശ് അതിന് പരിസ്ഥിതി ആഘാത പഠനം നടത്തുമ്പോൾ അതിന് ക്ലിയറൻസ് കൊടുക്കാത്തതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിച്ചത് തൊട്ടടുത്ത് കുളച്ചിലും തൊട്ടടുത്തുള്ള രാജ്യങ്ങളിലെ എയർപോർട്ടുകളും ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ്. ഇത് കേന്ദ്രത്തിലെ കോൺഗ്രസ് സർക്കാരാണ്. ജയറാം രമേശ് അന്ന് പരിസ്ഥിതി വകുപ്പ് മന്ത്രിയായിരിക്കുമ്പോഴാണ് VSന്റെ കാലത്ത് ഇതിന് പരിസ്ഥിതി ക്ലിയറൻസ് നിഷേധിക്കപ്പെടുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതിൽ ഏറ്റവും നിർണായകമായ കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുന്നത് 1996 EK നായർ മന്ത്രിസഭ, അതിനുശേഷം VS അച്യുതാനന്ദൻ മന്ത്രിസഭ. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ പറ്റുമോ? ഇന്നിപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മയെ നിങ്ങൾ ഭയക്കുന്നു എന്ന് പറയുന്ന കോൺഗ്രസിന് VSന്റെ കാലഘട്ടത്തിൽ ഈ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നടത്തിയ നീക്കങ്ങൾ വിസ്മരിക്കാൻ പറ്റുമോ? ചരിത്രത്തിലാദ്യമായിട്ടല്ലേ ഈ പദ്ധതി ഒരു ലാൻഡ് ലോഡ് മോഡൽ കൊണ്ടുപോകാം എന്ന് LDF സർക്കാരല്ലേ തീരുമാനിക്കുന്നത്? എന്തായിരുന്നു അതിൻ്റെ പ്രത്യേകത? 24% ഓഹരിയോടുകൂടി ആദ്യ വർഷം തന്നെ ലാഭവിഹിതം കിട്ടുന്ന തരത്തിൽ ഇങ്ങനൊരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അത് സംസ്ഥാന സർക്കാരും പൂർണ്ണമായിട്ടും ലാൻഡ് ലോഡ് മാതൃകയിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയാണ്. ഈ പദ്ധതി നടപ്പാക്കുമെന്നല്ലേ പിന്നീട് ഉമ്മൻചാണ്ടി സർക്കാർ പറഞ്ഞത്? VS മുന്നോട്ട് കൊണ്ടുവന്ന പദ്ധതി, അതിലെ ലാൻഡ് ലോഡ് പ്രോജക്റ്റ് മാതൃകയെ PPP മാതൃകയാക്കി മാറ്റിയത് ആരാണ്? ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ, അത് ഉമ്മൻചാണ്ടിയാണ്. ഏതു സാഹചര്യത്തിലാണെന്ന് മാറ്റിയത്? അദാനി ഈ ടെൻഡർ ഏറ്റെടുക്കാൻ വേണ്ടി എന്തൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്യാമോ ആ വിട്ടുവീഴ്ചകളെല്ലാം കൊടുത്തതിന് ശേഷമാണ്. ഏതെങ്കിലും മന്ത്രിസഭയിൽ ഈ PPP മോഡലായിട്ട് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച നടന്നിട്ടുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുകയാണ്. ഒരു മന്ത്രിസഭാ യോഗത്തിൽ ആ തീരുമാനമില്ല. നിയമസഭയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ടില്ല. പകരം ഏകപക്ഷീയമായി ഉമ്മൻചാണ്ടി സർക്കാർ എടുത്ത തീരുമാനമാണ് ലാൻഡ് ലോഡ് മാതൃകയിൽ നിന്ന് PPP മാതൃകയിലേക്ക് പ്രോജക്റ്റ് മാറ്റുന്നു. അതും ബെനിഫിറ്റ് ആർക്കാണ്? 2045 പൂർത്തിയാവുന്ന പ്രോജക്റ്റാണിത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ മെമ്മോറാണ്ടം അനുസരിച്ച് 2045 എന്നാണ് സംസ്ഥാന സർക്കാരിന് വിഹിതം കിട്ടിത്തുടങ്ങുക. 19 വർഷവും കഴിഞ്ഞ് 20ാമത്തെ വർഷം മുതൽ 1% കേരളത്തിന് വിഹിതം കിട്ടിത്തുടങ്ങുക. ഈ പദ്ധതിയുടെ 70% മുടക്കുന്നതാരാ? സംസ്ഥാന സർക്കാർ. ഇങ്ങനൊരു പദ്ധതി CAG റിപ്പോർട്ടിൽ അതിൽ ആരോപണം ഉന്നയിച്ചത് സാഹചര്യത്തിൽ പ്രതിപക്ഷം പിന്നെ എന്താ ചെയ്യേണ്ടത്? സ്വാഭാവികമായും അതിൽ ദുരൂഹതകളുണ്ട്. ആ പ്രോജക്റ്റ് എങ്ങനെയാണ് 5 കമ്പനികൾ ടെൻഡർ ഏറ്റെടുക്കാൻ തയ്യാറായിരിക്കുന്ന ഘട്ടത്തിൽ അദാനിയുമായിട്ട് വളരെ പെട്ടെന്ന് ഒരു ചർച്ച KV തോമസിന്റെ വീട്ടിൽ വെച്ച് നടത്തുന്നു. അതിൽ അദാനി ആവശ്യപ്പെട്ട എല്ലാ കണ്ടീഷൻസും അംഗീകരിച്ചുകൊണ്ട് ഈ പ്രോജക്റ്റ് ഉമ്മൻചാണ്ടി സ്വീകരിക്കുന്നു. സ്വാഭാവികമായും CAGയുടെ ചോദ്യങ്ങൾ ഉണ്ടാവുന്നു, അതിനെതിരെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ പ്രോജക്റ്റ് ആരുടേതാണ് എന്ന രാഷ്ട്രീയ ചോദ്യമാണ് ഉന്നയിക്കുന്നതെങ്കിൽ ഞാനിപ്പോഴും ഉറച്ചു നിൽക്കാൻ ആഗ്രഹിക്കുന്നത് 1996 EK നായനാറിൻ്റെ മന്ത്രിസഭയിൽ ഉണ്ടാക്കിയിരുന്ന ഈ പ്രോജക്റ്റിൻ്റെ വലിയൊരു ഡിസൈൻ ഉണ്ടായിരുന്നു, ഒരു പഠനമുണ്ടായിരുന്നു. ആ പഠനമാണ് യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിനെ നമ്മൾ ഇന്ന് കാണുന്ന രീതിയിലുള്ള വിശാല അർത്ഥത്തിലുള്ള ഒരു പ്രോജക്റ്റാക്കി മാറ്റാനുള്ള സാധ്യത മുന്നിലേക്ക് വയ്ക്കുന്നത്. അതിനുശേഷം വരുന്ന VS സർക്കാരിൻ്റെ കാലത്താണ് ഇതിനെക്കുറിച്ചുള്ള വിശാലമായ പഠനമുണ്ടാവുന്നത്. മാത്രമല്ല, സൂം കൺസോർഷ്യം എന്ന് പറയുന്ന ഒരു കമ്പനി ഈ പ്രോജക്റ്റ് ഏറ്റെടുത്തില്ലേ? അതിനെന്തുകൊണ്ടാണ് ക്ലിയറൻസ് നിഷേധിച്ചത്? ആരാ ക്ലിയറൻസ് നിഷേധിച്ചത്? ആദ്യം ക്ലിയറൻസ് നിഷേധിക്കുന്നത് കേന്ദ്രത്തിലിരുന്ന കോൺഗ്രസ് AK ആന്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയാകുമ്പോൾ സൂം കൺസോർഷ്യത്തിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു എതിർപ്പുണ്ടെന്ന് പറയാം. അത് കഴിഞ്ഞ് ലാൻകോ കൊണ്ടപ്പള്ളി വരുന്നുണ്ടല്ലോ. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ലാൻകോ കൊണ്ടപ്പള്ളി ഈ പ്രോജക്റ്റുമായിട്ട് വരുമ്പോൾ 115 കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൊടുത്തുകൊണ്ടാണ് നെഗറ്റീവ് ടെൻഡറാണ് വരുത്തുന്നത്. ലാൻകോ കൊണ്ടപ്പള്ളിയെ കേരളത്തിൽ നിന്ന് ആരാണ് ആട്ടിപ്പായിച്ചത്? എന്താണ് ലാൻകോ കൊണ്ടപ്പള്ളി വരുന്ന സമയത്ത് പരിസ്ഥിതി ആഘാത പഠനത്തിൻ്റെ കാര്യത്തിൽ ജയറാം രമേശും അതിനുള്ള അനുമതി നിഷേധിക്കുന്നു. തുടർച്ചയായി കേന്ദ്രത്തിലിരുന്ന കോൺഗ്രസ് സർക്കാരുകൾ വിഴിഞ്ഞം തുറമുഖത്തിന് ആദ്യം പരിസ്ഥിതി ക്ലിയറൻസ്, പിന്നീട് മിലിറ്ററി ക്ലിയറൻസ് രണ്ടും നിഷേധിച്ചത് VSന്റെ കാലത്തല്ലേ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിനുശേഷമല്ലേ എന്നിട്ടും ഒരു ഗ്ലോബൽ മീറ്റ് വിളിച്ചു വരുത്തിയത് VS സർക്കാരിൻ്റെ കാലത്തല്ലേ? ഈ വിഴിഞ്ഞം പദ്ധതിയുമായി ബന്ധപ്പെട്ട ആകെയുള്ളൊരു ആഗോള മീറ്റ് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ VSന്റെ കാലത്താണ്. ആ സമയത്തല്ലേ പദ്ധതി ഏറ്റെടുക്കാൻ നിരവധി കമ്പനികൾ രംഗത്ത് വരുന്നത്? പക്ഷേ നിർഭാഗ്യകരമായ സാഹചര്യത്തിൽ അതിൽ നിന്ന് ലാൻകോ കൊണ്ടപ്പള്ളി അത്ഭുതകരമായി പിൻവാങ്ങുകയായിരുന്നു. അതിന് പിന്നിൽ രാഷ്ട്രീയ സമ്മർദ്ദത്തെക്കുറിച്ച് ഒരുപാട് കഥകളുണ്ട്, ഞാൻ ആ കഥകളിലേക്ക് പോകുന്നില്ല. പക്ഷേ അതിനുശേഷമാണ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 2011 പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, 2012 പദ്ധതിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല.
ഉണ്ടാകില്ല. 2013 ആരാ തെരുവിലിറങ്ങുന്നത്? 212 ദിവസം സമരം കിടക്കുന്നത് ആരാ? കേരളത്തിൽ ഇടതുപക്ഷം സമരം ചെയ്യുന്നു. കേരളത്തിൽ BJP അടക്കമുള്ള കക്ഷികൾ ഈ വിഴിഞ്ഞം പദ്ധതിയെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങണമെന്ന് പറയുന്നു. 2014 ആകുമ്പോൾ കേന്ദ്രത്തിൽ മാറ്റം വരുന്നു. കേന്ദ്രത്തിൽ ആര് വരുന്നു? നരേന്ദ്രമോദി സർക്കാർ വരുന്നു. അദാനി പ്രോജക്റ്റിനെ കുറിച്ചുള്ള ചർച്ചകൾ നടക്കുന്നു. ആ സാഹചര്യത്തിൽ ഉമ്മൻചാണ്ടി സർക്കാർ മുന്നോട്ട് പോവുകയും പദ്ധതി ഒപ്പിടുകയും ചെയ്യുന്നുണ്ട്. ആ സാഹചര്യത്തിലാണ് ഈ പ്രശ്നമുണ്ടാവുന്നത്. അതിനുശേഷമാണ് യഥാർത്ഥത്തിൽ ഈ പ്രോജക്റ്റിൻ്റെ സ്വഭാവം തന്നെ മാറുന്നത്. ലാൻഡ് ലോഡ് മാതൃകയിൽ നിന്ന് PPP മാതൃകയായിട്ട് മാറുന്നത്. ആ സാഹചര്യത്തിലാണ് CPM പിന്നീട് വിമർശനം ഉന്നയിക്കുന്നതും. പിന്നീട് അതിനുശേഷം ഈ LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ക്ലോസുകൾ മാറി. ഇന്നിപ്പോൾ 2045 പൂർത്തിയാക്കേണ്ട പദ്ധതി 2020 പൂർത്തിയാവുന്നു, 28 പൂർത്തിയാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2029 മുതൽ തന്നെ അതിൻ്റെ വിഹിതം കേരള സർക്കാരിന് കിട്ടത്തക്ക രീതിയിൽ, കമ്പനിക്ക് കിട്ടത്തക്ക രീതിയിലുള്ള പ്രോജക്റ്റ് മാറ്റി എഴുതപ്പെടുന്നു എന്നുള്ളതാണ്. ആ പ്രോജക്റ്റ് ഒരു വലിയ ഡിസൈനായി മാറുകയാണ്. നമ്മുടെ ദേശീയപാതകൾ വികസിക്കുന്നു, അതുവഴിയുള്ള കണ്ടെയ്നർ റോഡുകളിലൂടെ കണ്ടെയ്നർ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെയാണ് ഈ പദ്ധതി മുന്നോട്ട് വയ്ക്കുന്നത്. അതുകൊണ്ട് ഇതിൻ്റെ പിതൃത്വത്തെ ചൊല്ലിയുള്ള ചർച്ചയുടെ രാഷ്ട്രീയം യഥാർത്ഥത്തിൽ ഉമ്മൻചാണ്ടിയിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല. അത് VS അച്യുതാനന്ദനിലും EK നായനാരിലും അതേപോലെ തന്നെ സ്വാഭാവികമായും K കരുണാകരനിലേക്കും ഒക്കെ പോകേണ്ടതാണ് എന്ന് തന്നെയാണ്, MV രാഘവനിലേക്കും ഒക്കെ പോകേണ്ടതെന്നാണ് എൻ്റെ ടേക്ക്. പിന്നെ ഇന്ന് പറഞ്ഞ രാഷ്ട്രീയം, അതിൽ കമ്മ്യൂണിസ്റ്റുകാർ അദാനിയെ പാർട്ട്ണർ എന്ന് വിളിച്ചു എന്നുള്ളത് വസ്തുതാപരമായി ശരിയല്ല. കാരണം അദാനിയെ പാർട്ട്ണറാക്കിയത് കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയല്ല, പകരം അദാനിയെ പാർട്ട്ണറാക്കിയത് 2015 ഡിസംബർ 5-ാം തീയതി ഈ തറക്കല്ലിടുമ്പോൾ അതിനു മുമ്പ് ഒക്ടോബർ മാസത്തിൽ ഒപ്പുവെച്ച മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ അത് ഉമ്മൻചാണ്ടി സർക്കാരാണ് PPP മോഡലിൽ പാർട്ട്ണറായി അദാനിയെ ക്ഷണിച്ചു വിളിച്ചത്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ സർക്കാരിന് അതിൽ നിന്ന് പിന്മാറാൻ കഴിയുമായിരുന്നില്ല എന്നതാണ് വാസ്തവം. മാത്രമല്ല, കേരളത്തിൽ ഇതാദ്യമായിട്ടല്ല ഒരു സ്വകാര്യ പങ്കാളിത്തത്തോടു കൂടി ഒരു പദ്ധതി ഇടതുപക്ഷ സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നത്. 1957 മാവൂർ അയോൺസിൻ്റെ കാര്യത്തിൽ അന്ന് EMS നമ്പൂതിരിപ്പാട് അന്ന് ബിർളയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇടതുപക്ഷം ഉയർത്തുമ്പോഴും CPM ഉയർത്തുമ്പോഴും കേരളത്തിൻ്റെ വികസനത്തിൽ മാവൂർ അയോൺസ് ആവശ്യമാണെന്ന് കണ്ട് കേരളത്തിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും അതിന് റോ മെറ്റീരിയൽസിന് വേണ്ടുന്ന അവശ്യ വസ്തുക്കൾക്ക് വേണ്ടുന്നതിൽ ഇളവുകൾ അനുവദിച്ചു കൊടുക്കുകയും ചെയ്തൊരു സർക്കാർ കേരളത്തിലുണ്ടായിരുന്നു. അത് 1957 തുടങ്ങിയതാണ്. അതുകൊണ്ട് ചരിത്രം കുറച്ച് പഴയതാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ബാക്കിയുള്ള ആക്ഷേപത്തിന് ഞാൻ മറുപടി പറയുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ അവിടെ വേദിയിൽ കയറി ഇരുന്നതിനോ ഒന്നും ഞാൻ ഇപ്പോൾ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അതൊക്കെ ഓരോ രാഷ്ട്രീയ നേതാക്കളുടെയും ഔചിത്യബോധത്തിനനുസരിച്ച് തീരുമാനിക്കേണ്ട കാര്യം മാത്രമാണെന്നാണ് ഞാൻ പറയുന്നത്. ഇതാണ് എൻ്റെ ടേക്ക് ഈ വിഷയത്തിൽ. Meet the editors.